ബ്രെയിൻലി ബ്രൈറ്റ് PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിവിടെ കുറച്ച് 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ഗ്രീൻവിച്ച് രേഖ. അപ്പം ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ഗ്രീൻവിച്ച് രേഖ. പ്രൈം മെറീഡിയൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ആനമുടി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം പശ്ചിമഘട്ടം, കിഴക്ക് ഭാഗം പൂർവ്വഘട്ടവും വടക്ക് വിന്ധ്യാനിരകളുമാണ് കാണപ്പെടുന്നത്. ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളൊക്കെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി, ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി, ബസാൾട്ട് ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി, ഇതൊക്കെ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി, ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി, ബസാൾട്ട് ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇനി ഡെക്കാൻ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. ഏതാണ്? ഗോദാവരിയാണ്. ആനമുടിയെപ്പറ്റി പറയുകയാണെങ്കിലോ, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ആനമുടിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആനമുടിയാണ്. 2695 മീറ്ററാണ് ഉയരം. ഇരവികുളം നാഷണൽ പാർക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പം ആനമുടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കു പർവ്വതം ഏതെന്നാണ് അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കു പർവ്വതം ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കു പർവ്വതം ഏതാണ്? ആരവല്ലി. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതം ഏതാണ്? ഹിമാലയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഹിമാലയ. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഹിമാലയം തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യയിലെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ ഏതാണെന്നാണ് അടുത്ത ചോദ്യം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. 0 ഡിഗ്രി രേഖാംശം എന്നറിയപ്പെടുന്ന ഏതാണ്? ഗ്രീൻവിച്ച് രേഖയാണ്. 0 ഡിഗ്രി രേഖാംശം ഏതാണ്? ഗ്രീൻവിച്ച് രേഖ. ഗ്രീൻവിച്ച് രേഖയുടെ മറ്റൊരു പേരാണ് പ്രൈം മെറീഡിയൻ. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ കണ്ടുപിടിച്ചതാരാണ്? ജോസഫ് പ്രീസ്ലി. അതിന് പേര് നൽകിയത് ലാവോസിയയും ആണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയും അതിന് പേര് നൽകിയത് ലാവോസിയയും ആണ്. കത്താൻ സഹായിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നതും ഓക്സിജൻ ആണ്. വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അംശിക സ്വേദനം എന്നറിയപ്പെടുന്നത്. വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അംശിക സ്വേദനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നുകൂടെ നോക്കിക്കേ. ആസിഡ് ഉണ്ടാക്കുന്ന എന്നർത്ഥം വരുന്ന മൂലകം, കത്താൻ സഹായിക്കുന്ന വാതകം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം, ഇതൊക്കെ ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി, പേര് നൽകിയത് ലാവോസിയ. വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അംശിക സ്വേദനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നാടകത്തിന് സംവിധായകൻ എന്ന പോലെ പത്രത്തിന് ആരാണ്? എഡിറ്റർ. അപ്പം നാടകം സംവിധായകനാണ് എന്നുണ്ടെങ്കിൽ പത്രം എന്തായിരിക്കും? എഡിറ്റർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീലാം സ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതെന്നാണ് ചോദ്യം. ഏതാണ്? പസഫിക് സമുദ്രം. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീലാം സ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രം ഏറ്റവും വലുതും ഏറ്റവും ആഴം കൂടിയതും ത്രികോണ ആകൃതിയിലുള്ളതുമായ സമുദ്രമാണ് ഏതെന്ന് പറയുന്നത്? പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. ഏറ്റവും വലുതും ഏറ്റവും ആഴം കൂടിയതും ത്രികോണ ആകൃതിയിലുള്ളതുമായ സമുദ്രമാണ് പസഫിക് സമുദ്രം. ശാന്ത സമുദ്രം എന്നും പസഫിക് സമുദ്രത്തെ അറിയപ്പെടുന്നുണ്ട്.
ഏറ്റവും ആഴം കൂടിയ ഗർത്തമായ ചലഞ്ചർ ഗർത്തം കാണപ്പെടുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതെന്ന് ചോദിച്ചാൽ ചലഞ്ചർ ഗർത്തം. ഈ ചലഞ്ചർ ഗർത്തം കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. എൽനിനോ, ലാനിനോ തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ പസഫിക് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും വലുതും ഏറ്റവും ആഴം കൂടിയതും ത്രികോണ ആകൃതിയിലുള്ളതുമായ സമുദ്രം ഏതെന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രം. ശാന്തസമുദ്രം എന്നും അറിയപ്പെടുന്നു. ഏറ്റവും ആഴം കൂടിയ ഗർത്തം ചലഞ്ചർ ഗർത്തം. എൽനിനോ, ലാനിനോ എന്നീ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം എന്ത്? ഹൂക്സ് നിയമം. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമം. സ്പ്രിംഗ് സ്കെയില്, സീസ്മോഗ്രാഫ്, പ്രഷർ ഗേജ് ഈ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഹൂക്സ് നിയമം എന്ന പ്രവർത്തന തത്വം അടിസ്ഥാനമാക്കിയാണ്. അപ്പം സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. അതേപോലെ സ്പ്രിംഗ് സ്കെയില്, സീസ്മോഗ്രാഫ്, പ്രഷർ ഗേജ് എന്നീ ഉപകരണങ്ങളുടെ എല്ലാം പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം എന്താണ്? ഹൂക്സ് നിയമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കത്തിന് എന്ത് സംഭവിക്കുന്നു? ദ്രവണാങ്കം കുറയുന്നു. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയുന്നു. കറിയുപ്പിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? സോഡിയം ക്ലോറൈഡ് എന്നാണ്. ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം ഏതെന്ന് ചോദിച്ചാൽ കാർബൺ. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഹീലിയം. ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം കാർബൺ. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ മൂലകം ഹീലിയം. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത്? ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ്. ദ്രവ്യത്തിന്റെ മറ്റവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ്, ഫെർമിയോണിക് കണ്ടൻസ്റ്റേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, റെഡ്ബർഗ് മാറ്റർ, ജാൻ ടെല്ലർ, ക്വാണ്ടം സ്പിൻ ലിക്വിഡ്, കളർ ഗ്യാസ് കണ്ടൻസ്റ്റേറ്റ്. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ്, ഫെർമിയോണിക് കണ്ടൻസ്റ്റേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, റെഡ്ബർഗ് മാറ്റർ, ജാൻ ടെല്ലർ, ക്വാണ്ടം സ്പിൻ ലിക്വിഡ്, കളർ ഗ്യാസ് കണ്ടൻസ്റ്റേറ്റ് എന്നിവയാണ്. ഇതിൽ പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മ അവസ്ഥയിലാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ എന്താണ് അറിയപ്പെടുന്നത്? പിണ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പിണ്ഡം. ഇനി പിണ്ഡം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കോമൺ ബാലൻസ് ആണ്. അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കോമൺ ബാലൻസ്. ഇനി പിണ്ഡത്തിന്റെ യൂണിറ്റോ? കിലോഗ്രാം ആണ്. എന്താണ് പിണ്ഡത്തിന്റെ യൂണിറ്റ്? കിലോഗ്രാം. അടുത്ത ചോദ്യം നോക്കാം. ആസിഡും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകമാണ് ഉണ്ടാകുന്നത്. ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ. ആസിഡും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകും? ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ ആ പേര് നൽകിയത് ലാവോസിയാണ്. ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതെന്ന് ചോദിച്ചാലും ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാലും ഹൈഡ്രജൻ ആണ്. ഒന്നുകൂടി പറയാം. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. പേര് നൽകിയത് ലാവോസിയാണ്. ജലം ഉണ്ടാക്കുന്നതെന്ന് അർത്ഥം വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം, എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകം എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ എല്ലാ ഉത്തരം എന്താണ്? ഹൈഡ്രജൻ ആണ്. ഇനി ഹൈഡ്രജൻ്റെ 3 ഐസോറ്റോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവ. ഏതൊക്കെയാണ് ഐസോറ്റോപ്പുകൾ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിൽ ആണ്? 3D ഓർബിറ്റലിലാണ്. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ്? 3D ഓർബിറ്റലിലാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങൾ ഏതാണ്? ഡി ബ്ലോക്ക് മൂലകങ്ങൾ ആണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ കാണപ്പെടുന്ന എലമെന്റ്സ് ഏതൊക്കെയാ?
സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് ഇവയാണ്. ഏതൊക്കെയാണ്? സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് എന്നിവയാണ്. 3 മുതൽ 12 ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളിലാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നോക്കിക്കേ, ഏതൊക്കെയാണ്? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്ന മൂലകങ്ങളെയാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവയെ കപട സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവയെ എന്താണ്? കപട സംക്രമണ മൂലകങ്ങൾ എന്നും വിളിക്കുന്നു. സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവ കാഠിന്യമുള്ളവയാണ്. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങളെ എന്തായി ഉപയോഗിക്കുന്നു? ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. എന്നോട് നോക്കിക്കേ, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെയാണ് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവയെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഇവ കാഠിന്യമുള്ളവയാണ്. സംക്രമണ മൂല സംയുക്തങ്ങൾ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏത്? ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? കരൾ. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം ഏത്? 3. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതെന്ന് ചോദിച്ചാൽ കരളാണ്. കരളിനെ കുറിച്ച് മറ്റു ചില പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം, ഏറ്റവും വലിയ ഗ്രന്ഥി എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് അതിൻ്റെ ഉത്തരം? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം, ഏറ്റവും വലിയ ഗ്രന്ഥി എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് ഉത്തരം? കരൾ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് ചോദിച്ചാലോ? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. ഇനി കരളിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഹെപ്പറ്റോളജിയാണ്. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്നത് കരളാണ്. മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്ന ഏതാണ്? കരളാണ്. ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇരുമ്പ്, കൊഴുപ്പ് എന്നിവ സംഭരിക്കുന്നതും ഏത് തന്നെയാണ്? കരൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇരുമ്പ്, കൊഴുപ്പ് എന്നിവ സംഭരിക്കുന്നതും കരളാണ്. മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്നതും കരളാണ്. പുനരുജ്ജീവന ശേഷിയുള്ള അവയവം ഏതെന്ന് ചോദിച്ചാലും കരൾ തന്നെയാണ്. പുനരുജ്ജീവന ശേഷിയുള്ള അവയവം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? കരൾ തന്നെയാണ്. യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരത്തിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാലും കരളാണ്. യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരത്തിലെ ഭാഗം കരളാണ്. ഏറ്റവും കൂടുതൽ രാസാഗ്നി ഉൽപ്പാദിപ്പിക്കുന്നതും കരളിൽ തന്നെയാണ്. അപ്പോൾ കരളിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം, ഏറ്റവും വലിയ ഗ്രന്ഥി. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. മനുഷ്യ ശരീരത്തിൻ്റെ രാസശാല എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇരുമ്പ്, കൊഴുപ്പ് ഇവ സംഭരിക്കുന്നു. പുനരുജ്ജീവന ശേഷിയുള്ള അവയവം. ഏറ്റവും കൂടുതൽ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം. ഏറ്റവും കൂടുതൽ രാസാഗ്നി ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. പോഷണതലത്തിനായി സസ്യാഹാരങ്ങളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം ഏതെന്നാണ് ചോദ്യം. ഏതാണ്? 3. പോഷണത്തിന് സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം ഏതാണ്? 3 ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവാസം എന്ന് പറയുന്നത്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആവാസം എന്ന് പറയുന്നുണ്ട്. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനത്തെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിലെ ആഹാര ബന്ധങ്ങളെ നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്? ഭക്ഷ്യ ശൃംഖല എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിലെ ആഹാര ബന്ധങ്ങളെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭക്ഷ്യ ശൃംഖല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. അപ്പം എന്താണ്? അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം.
മറ്റ് ചില പദ്ധതികളോട് നോക്കാം. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്? കൂട്ട്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? കൂട്ട് എന്നറിയപ്പെടുന്നത്. 18 വയസ്സിൽ താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം. അപ്പോൾ എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്, എങ്ങനെയുള്ള കുട്ടികൾക്കാണ്? മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ചിരി. ഭിന്നശേഷിക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിരാമയ. ഭിന്നശേഷിയിൽപ്പെട്ട ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിരാമയ. 1 ലക്ഷം രൂപയാണ് പ്രതിവർഷം ഇതിനായിട്ട് കിട്ടുന്നത്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? സ്നേഹസ്പർശം. ഒന്നുകൂടെ പറയാം. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്, മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ചിരി. ഭിന്നശേഷിക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിരാമയ. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. മാതാപിതാക്കൾ ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഒരാളോ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. എന്താണ്? മാതാപിതാക്കൾ ഇരുവരുമോ അല്ലെങ്കിൽ ഒരാളോ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? 2ആയി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് 2ആയി തിരിച്ചിരിക്കുന്നത്? ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. വിറ്റാമിനുകളെ ലയത്വം അനുസരിച്ച് എത്രയായി തിരിച്ചിരിക്കുന്നു? 2ആയി തിരിച്ചിരിക്കുന്നു. ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. വൈറ്റമിൻ ബി, സി എന്നിവ ഏതാണ്? ജലത്തിൽ ലയിക്കുന്നവയാണ്. ജലത്തിൽ ലയിക്കുന്ന 2 വൈറ്റമിൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? വൈറ്റമിൻ ബിയും സിയും. കൊഴുപ്പിൽ ലയിക്കുന്നവയോ? എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ ലയിക്കുന്നവ എ, ഡി, ഇ, കെയും. ജലത്തിൽ ലയിക്കുന്നവ ബിയും സിയും. ആദ്യമായി കണ്ടെത്തിയ വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ എ. വൈറ്റമിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? കാസിമിർ ഫങ്ക് ആണ്. വൈറ്റമിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? കാസിമിർ ഫങ്ക് ആണ്. ആദ്യമായി കണ്ടെത്തിയ വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ പ്രത്യേകത എന്താണ്? കരളിലാണ് അത് സംഭരിക്കുന്നത്. വൈറ്റമിൻ എ എവിടെയാണ് സംഭരിക്കുന്നത്? കരളിൽ സംഭരിക്കുന്നു. കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാലും വൈറ്റമിൻ എ ആണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ഏതാണ്? ബീറ്റ കരോട്ടിൻ ആണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ഏതാണ്? ബീറ്റ കരോട്ടിൻ. ഇനി വൈറ്റമിൻ B1 ആണെങ്കിലോ? അരിയുടെ തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. B2 പാൽ കറന്നാൽ ഉടൻ കാണപ്പെടുന്ന മഞ്ഞ നിറം ഉണ്ടല്ലോ, അതിന് കാരണം എന്താണ്? വൈറ്റമിൻ B2 ആണ്. പാൽ കറന്നാൽ ഉടൻ കാണപ്പെടുന്ന മഞ്ഞ നിറത്തിന് കാരണം B2 ആണ്. B12 വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് B12 എന്നറിയപ്പെടുന്നത്. B12 ഒരു ലോഹം കാണപ്പെടുന്നുണ്ട്. ഏതെന്നറിയാമോ? കൊബാൾട്ട്. B12 കാണപ്പെടുന്ന ലോഹം ഏതാണ്? കൊബാൾട്ട് ആണ്. അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B9. അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B9. എയ്ഡ്സ് നിർണ്ണയിക്കാനുള്ള ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിനാണ് B7. എയ്ഡ്സ് നിർണ്ണയിക്കാനുള്ള ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണ്? B7. ഏത് ടെസ്റ്റിനാണ് അത് ഉപയോഗിക്കുന്നത്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റിലാണ് B7 ഉപയോഗിക്കുന്നത്. അപ്പം വൈറ്റമിൻ B1 അരിയുടെ തവിടിൽ കാണപ്പെടുന്നു. B2 പാൽ കറക്കുമ്പോഴുള്ള മഞ്ഞ നിറത്തിന് കാരണം. B12 വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്നു. അതിൽ കാണപ്പെടുന്ന ലോഹമാണ് കൊബാൾട്ട്. അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് വൈറ്റമിൻ B9. എയ്ഡ്സ് നിർണ്ണയിക്കാനുള്ള വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വൈറ്റമിനാണ് B7. ഇനി വൈറ്റമിൻ സിയുടെ പ്രത്യേകത എന്താണ്? പുളിയുള്ള
പഴങ്ങളുണ്ടല്ലോ, അവയിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി ചൂടാക്കിയാൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? വൈറ്റമിൻ സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാലും വൈറ്റമിൻ സി ആണ്. അപ്പം കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ സി. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. പുളിരസമുള്ള ഫലങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ചൂടാക്കിയാൽ നഷ്ടമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ ഡിയോ? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിനടിയിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിനടിയിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് ഇവയുടെ ആഗിരണത്തെ സഹായിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ ഡി തന്നെയാണ്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിനടിയിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് ഇവയുടെ ആഗിരണത്തെ സഹായിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ ഡി തന്നെയാണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും വൈറ്റമിൻ ഡി അറിയപ്പെടുന്നു. അപ്പോൾ വൈറ്റമിൻ ഡി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? സ്റ്റിറോയിഡ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ആണെങ്കിലോ പ്രത്യുൽപാദന ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് വൈറ്റമിൻ ഇ. ബ്യൂട്ടി ഹോർമോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം പ്രത്യുൽപാദന ഹോർമോൺ, ബ്യൂട്ടി ഹോർമോൺ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻ ഇ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഇനി ഹൃദയത്തിൻ്റെ സംരക്ഷണം എന്നറിയപ്പെടുന്ന വൈറ്റമിനും വൈറ്റമിൻ ഇ തന്നെയാണ്. ഒന്നുകൂടെ നോക്കിക്കേ. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിനടിയിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാലും വൈറ്റമിൻ ഡി തന്നെയാണ്. ഇനി പ്രത്യുൽപാദന ഹോർമോൺ എന്നറിയപ്പെടുന്നതും ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നും അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഇനി ഇവയ്ക്കെല്ലാം മറ്റു ചില പേരുകളൂടെ ഉണ്ട്. ഏതൊക്കെയാണ്? വൈറ്റമിൻ എ റെറ്റിനോൾ എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ എ അറിയപ്പെടുന്ന പേരാണ് റെറ്റിനോൾ. വൈറ്റമിൻ സി അക്സോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ ഡി ആണെങ്കിലോ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ എ റെറ്റിനോൾ, വൈറ്റമിൻ സി അക്സോർബിക് ആസിഡ്, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. വൈറ്റമിൻ B1 ആണെങ്കിലോ തയാമിൻ എന്നറിയപ്പെടുന്നു. B2 റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നു. B3 നിയാസിൻ എന്നും B5 പാൻറ്റോത്തനിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. B6 എങ്ങനെ അറിയപ്പെടുന്നത്? പിരിഡോക്സിൻ എന്നറിയപ്പെടുന്നു. B7 ബയോട്ടിൻ എന്നറിയപ്പെടുന്നു. B9 ആണെങ്കിലോ ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നു. B12 സയനോകൊബാലുമിൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കാം. വൈറ്റമിൻ എ റെറ്റിനോൾ, വൈറ്റമിൻ സി അക്സോർബിക് ആസിഡ്, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ, വൈറ്റമിൻ B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോത്തനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലുമിൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. അയഡിനിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഏതെന്നാണ്? അയഡിൻ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? തൈറോക്സിൻ. അയഡിൻ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്? അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഹോർമോണുകളെ കുറിച്ചുള്ള പഠനം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? എൻഡോക്രൈനോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഹോർമോണുകളെ കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി എന്നറിയപ്പെടുന്നത്. ആദ്യമായി കണ്ടെത്തിയ ഹോർമോൺ ഏതെന്നറിയാമോ? സെക്രീറ്റിൻ ആണ്. ആദ്യമായി കണ്ടെത്തിയ ഹോർമോൺ ഏതാണ്? സെക്രീറ്റിൻ. രാസസന്ദേശകർ എന്നറിയപ്പെടുന്നതും ആരാണ്? ഹോർമോണുകളാണ്. രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നതും ആരാണ്? ഹോർമോണുകളാണ്. അപ്പോൾ ഹോർമോണിനെ കുറിച്ചുള്ള പഠനം എൻഡോക്രൈനോളജി എന്നറിയപ്പെടുന്നു. ആദ്യമായി കണ്ടെത്തിയ ഹോർമോണാണ് സെക്രീറ്റിൻ. രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നതും ഹോർമോണുകളാണ്. ഇനി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഗ്രന്ഥികളൂടെ നോക്കാം. പീയൂഷഗ്രന്ഥി. പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? സൊമാറ്റോട്രോപ്പിനും പ്രൊലാക്റ്റിനുമാണ്. ഏതൊക്കെയാണ്? സൊമാറ്റോട്രോപ്പിൻ, പ്രൊലാക്റ്റിൻ. സൊമാറ്റോട്രോപ്പിൻ്റെ മറ്റൊരു പേരെന്താണ്? വളർച്ചാ ഹോർമോൺ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? സൊമാറ്റോട്രോപ്പിനാണ്. പ്രൊലാക്റ്റിൻ ആണെങ്കിലോ സ്ത്രീകളിൽ മുലപ്പാൽ ഉൽപ്പാദനത്തിന് അല്ലെങ്കിൽ സസ്തനികൾ മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് ഏതാണ്? പ്രൊലാക്റ്റിൻ ആണ്. സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ ഹോർമോൺ എന്നും അറിയപ്പെടുന്നു. പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ സൊമാറ്റോട്രോപ്പിനും പ്രൊലാക്റ്റിനും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പീയൂഷ ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി. സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ ഹോർമോൺ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം സൊമാറ്റോട്രോപ്പിൻ
കൂടുതലായാൽ കുട്ടികളിൽ ഭീമാകാരത്വം എന്ന രോഗമുണ്ടാകുന്നു. സൊമാറ്റോട്രോപിൻ കൂടുതലായാൽ കുട്ടികളിൽ ഭീമാകാരത്വം എന്ന രോഗമുണ്ടാകുന്നു. മുതിർന്നവരിലാണെങ്കിലോ അക്രോമെഗലി എന്ന രോഗവും ഉണ്ടാകുന്നു. അതേപോലെ തന്നെ സൊമാറ്റോട്രോപിൻ കുറഞ്ഞു കഴിഞ്ഞാൽ വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം എന്ന രോഗമുണ്ടാകുന്നു. എന്താണ് വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം എന്ന രോഗമാണ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ എല്ലാത്തിൻ്റെയും നോട്ട്സ് ഉണ്ട്, അതുകൂടി നോക്കണം.